എല്ലാം തികഞ്ഞൊരു രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. പാലക്കാട്ടുകാരനാണ്, നിങ്ങൾക്ക് പേര് പറയാണ്ട് തന്നെ അറിയുമായിരിക്കും. കോൺഗ്രസ്സിലായിരുന്നു. ഇവിടുന്ന് ഇപ്പം നേരെ കുറച്ചു കാലം മുന്നേ അങ്ങോട്ട് ചാടി CPM. അവിടെ ചെന്നപ്പോൾ സീറ്റ് കിട്ടാണ്ട് വായിൽ വിരലിട്ടിരിക്കുന്ന ഒരുത്തരാണ്. എന്നിട്ട് ലോകത്തുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരെ പറ്റിയും പുച്ഛം മാത്രം. ഭരിക്കുന്ന പ്രധാനമന്ത്രി മോശം, കോൺഗ്രസ്സുകാരായിട്ടുള്ള കേരളത്തിലെ മറ്റ് പ്രവർത്തകർ മോശം, എല്ലാം തികഞ്ഞ് അവൻ്റെ ലെവലിലുള്ള ആകെ ആൾക്കാർ നമ്മുടെ പിണറായി വിജയനും ഗോവിന്ദൻ ചേട്ടനും ഗോവിന്ദൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഏറെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിച്ചേക്കും. നമ്മൾ ഒരാളെ പേര് പറയും, അയാളെ കുറിച്ച് എന്താണോ ആദ്യം മൈൻഡിൽ വരുന്നത് അത് പറയാം. രമേശ് പിഷാരടി. ഞാൻ നേരത്തെ പറഞ്ഞു കൗണ്ടർ എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഷാഫി പറമ്പിൽ പെട്ടെന്ന് പറയണമായിരുന്നു അല്ലേ? ഇത് ആലോചിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. കാരണം ആളുകൾക്ക് മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ച ഒരാളെ, ഇമേജിന്റെ മുകളിൽ ജീവിക്കുന്ന ഒരാളെ നമ്മൾ പറയുന്നത് വെച്ചിട്ട് ആളുകൾ വിലയിരുത്തിയെന്ന് വരില്ല. ബട്ട് ഫേക്ക്. നരേന്ദ്രമോദി തന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നറിഞ്ഞിട്ടും തന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് ഇന്ത്യയിലെ 38% ആളുകളെ 1 അല്ല 2 അല്ല 3 തവണ വിശ്വസിപ്പിച്ച് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടുവിഡ്ഢി സുരേഷ് ഗോപി. അതിനുശേഷം ഇതാവുമ്പോ ഭയങ്കര ഇതിപ്പോ ആരാ പടുവിഡ്ഢി? ഇതും അതേ അച്ചിൽ വാർത്ത ആളായതുകൊണ്ട്. ബട്ട് നല്ലൊരു അഭിനേതാവാണ് ആള്. അത് സ്ക്രീനിൽ മാത്രമാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതിനേക്കാൾ വലിയ മുതലാണ് റിയൽ ലൈഫില് എന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അവരുടെ കുടുംബ ജീവിതത്തിൽ പോലും ആ അഭിനയം വരുന്നുണ്ടോ എന്ന്. നാച്ചുറൽ അല്ല പലപ്പോഴും ആളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ. അതിപ്പോ സീറ്റ് കിട്ടിയാലുള്ള ഒരു സന്ദീപ് വാര്യരുണ്ട്, കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിലുള്ള ഒരു സന്ദീപ് വാര്യരുണ്ട്. ഇതിലിപ്പോ അതിലൊന്നേ ഉള്ളൂ, എന്താടോ വാര്യരെ നന്നാവാത്ത. സതീശൻ. കേരളമാണ് വിലയിരുത്തേണ്ടത്. ഞാൻ എന്റെ വിലയിരുത്തലുകൾക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷേ കേരളം വിലയിരുത്തുന്ന സമയത്ത് കേരളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ ഈ പറച്ചിലും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവത്തിൽ നിന്നൊക്കെ ആർജിച്ചെടുത്തിട്ടുണ്ടാവും. അത് എല്ലാവരുടെ കാര്യത്തിലും ഒന്ന് അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതാണ് VD സതീശന്റെ ഡെഫിനിഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ അയാളെ പറ്റി ഒരു അഭിപ്രായം പറയാൻ, കാരണം കോടതിയൊക്കെ അഭിപ്രായം പറയാനിരിക്കുന്ന ആളാണ്. കോടതി ലക്ഷ്യമൊന്നും ഞാൻ വിളിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കോടതി അഭിപ്രായം പറയട്ടെ ആ വിഷയത്തില്. വിശുവൻകുട്ടി. അതൊരു അടിമുടി സഖാവാണ്. കെ മുരളീധരൻ. അദ്ദേഹം കരുണാകരൻ എന്ന് പറയുന്ന പിതാവിന്റെ മകനായിട്ട് രാഷ്ട്രീയത്തിൽ വന്നു. ആ വന്നതിനപ്പുറം അദ്ദേഹം ചില സ്പേസുകൾ പിന്നീട് കണ്ടെത്താൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തെയും പ്രശ്നമെന്ന് പറയുന്നത് വിലയിരുത്തപ്പെടുക അധികാരത്തിനോടുള്ള ഒരു തരത്തിലുള്ള അഫിലിയേഷൻ, അതിനോടുള്ള ഒരു ആസക്തി കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ MLA ആവാൻ മത്സരിച്ച് തോറ്റയാൾ പിണറായി വിജയൻ. അത് 1 and only 1 എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒന്നേ ഉള്ളൂ അങ്ങനെ എന്ന് പറയുന്ന ആ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. KK ശൈലജ. ഭയങ്കര നന്നായിട്ട് ആളുകളുടെ അടുത്ത് ടീച്ചർ കൊണ്ട് നടക്കുന്ന ഉത്തരവാദിത്തങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ഒരാളാണ്. അത് ഈ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നതിൽ വലിയൊരു അസറ്റാണ്. അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. നമ്മൾ അജിറ്റേറ്റഡ് ആയി പോകും പലപ്പോഴും. ടീച്ചർ അജിറ്റേറ്റഡ് ആയിട്ട് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ബാക്കി എല്ലാ പൊളിറ്റീഷ്യൻസും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അജിറ്റേറ്റഡ് ആയി നമ്മൾ കണ്ടിട്ടുണ്ട്. ടീച്ചർ ആ അജിറ്റേഷനെ ടീച്ചർ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ നിഗ്രഹിക്കുക, ഇല്ലാതെയാക്കി കളഞ്ഞിട്ടാണ് ടീച്ചർ അതിനെ അഡ്രസ് ചെയ്യുക. അത് നല്ലൊരു ക്വാളിറ്റിയായി തോന്നിയിട്ടുണ്ട് എനിക്ക്. രാജീവ് ചന്ദ്രശേഖർ. മലയാളം പഠിച്ചിട്ട് വരട്ടെ ആദ്യം, എന്നിട്ട് മലയാളത്തിൽ ഒരു അഭിപ്രായം പറയാം. അതൊക്കെ PR ഏജൻസി ഇന്ന് 2 കോടി വാങ്ങിയിട്ടുണ്ടാവും. PR ഏജൻസി 2 കോടി കൊണ്ടുപോയി. മൂപ്പര് വിചാരം ഇതൊക്കെ കയ്യടി കിട്ടുന്നതാണ്. അടിക്കുന്ന ആളുകൾ കൈയടിക്കുന്നല്ലാതെ കേരളത്തിന്റെ കയ്യടി കിട്ടില്ല. മലയാളം പഠിച്ചിട്ട് വരിക എന്ന് പറയുന്നതിന്റെ അർത്ഥം മലയാളം സംസാരിക്കാൻ പഠിക്കുക എന്നല്ല, മലയാളി എന്താണെന്ന് പഠിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. മലയാളി എന്താണെന്ന് അറിയാതെ എങ്ങനെയാ മലയാളിയുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റുക? ആ ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ നല്ലത്.